എന്റെ വല്യച്ഛനാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചത്. ഇതിൽ ഡൈബ ലൈഫും അതേപോലെ 95 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അദ്ദേഹം ഉപയോഗിച്ചു. അദ്ദേഹം ഒരു 3 മാസം അദ്ദേഹത്തിന്റെ HbA1c 12.4 ഒരു 3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ HbA1c ഏകദേശം 7.4 കുറഞ്ഞു എന്നുള്ളതാണ്. പകുതിയായിട്ട് കുറഞ്ഞു. ഈ വേരിയേഷൻ ആണ് സത്യത്തിൽ എന്നെ ഞെട്ടിച്ചതും എന്റെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒരു അതിശയമായി. ഇത്രയും റിസൾട്ട് കൊടുത്ത പ്രൊഡക്റ്റ് കൊണ്ട് ഇത്ര റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ കുറിച്ച് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് ഈ ഉൽപ്പന്നങ്ങൾ ഫാമിലിയിലുള്ള നിരവധി ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. അത്തരത്തിലാണ് പിന്നീട് ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HbA1c ടെസ്റ്റിനെ കുറിച്ചാണ്. പ്രമേഹ രോഗികൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടെസ്റ്റാണിത്. HbA1c ടെസ്റ്റിന് ഏകദേശം 300 മുതൽ 400 വരെ രൂപയാണ്. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടോ കഴിക്കാതെയോ ഒക്കെ ആയി ഇതിനായിട്ട് ബ്ലഡ് സാമ്പിൾ നൽകാവുന്നതാണ്. ഇത് പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യുന്നത് രക്തത്തിലെ ഒരു 3 മാസത്തെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കാൻ വേണ്ടിയാണ്. അത് നോക്കിയിട്ട് നമ്മുടെ പ്രമേഹം നിയന്ത്രണത്തിലാണോ അതോ ചികിത്സയിൽ വല്ല മാറ്റങ്ങൾ വരുത്തണോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുന്നു. ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ്, പ്രമേഹം കൺട്രോൾഡ് ആണോ അതോ പ്രമേഹം ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കിട്ടുന്ന വാല്യൂ 4 മുതൽ 6% അകത്താണെങ്കിൽ നമുക്ക് പ്രമേഹമില്ല എന്ന് കണക്കാക്കുന്നു. എന്നാൽ ഈ കിട്ടുന്ന വാല്യൂ 5 മുതൽ 7% അകത്താണെങ്കിൽ പ്രമേഹം ഉണ്ടാകാം, പക്ഷേ അത് കൺട്രോൾഡ് ആയിരിക്കും. പ്രമേഹം കൺട്രോൾഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 7 മുതൽ 8% അകത്താണെങ്കിൽ പ്രമേഹം കൺട്രോൾഡ് അല്ല, കുറച്ചുകൂടി കൺട്രോൾഡ് ആകാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കിട്ടുന്ന വാല്യൂ 8% മുകളിലാണെങ്കിൽ പ്രമേഹ രോഗിയാണ്, അത് ഒട്ടും കൺട്രോൾഡ് അല്ല. ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 3 മാസക്കാലമായിട്ട് ഒട്ടും കൺട്രോൾഡ് അല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് പുതിയ ചികിത്സാ രീതിയോ അതോ നമ്മുടെ ഭക്ഷണക്രമത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുകയോ മെഡിസിനിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി ഇതിനെ കൺട്രോൾ ലെവലിലേക്ക് ആക്കാൻ സാധിക്കുന്നു. ഇതാണ് ഈ ടെസ്റ്റിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് പ്രമേഹത്തിൻ്റെ തോത്, ശരീരത്തിലുണ്ടാകുന്നതിൻ്റെ തോതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് HbA1c.